നമസ്കാരം. ജോർദാനിലെ സൈനിക താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 2 സൈനികർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന് പിന്നാലെ ഒരു സൈനികനെ കാണാതായിട്ടുണ്ടെന്നാണ് സെൻട്രൽ കമാൻഡ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മേഖലയിൽ യുഎസും സഖ്യകക്ഷികളും ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ സൈനികർക്ക് ജീവൻ നഷ്ടമായതെന്നാണ് വിവരം. അതേസമയം ഇറാനെതിരായ സൈനിക നടപടികൾ വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നതിനിടെ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കുന്നതായി റിപ്പോർട്ട്. ഇസ്രായേലിലേക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന കൂടുതൽ വിമാനങ്ങൾ അയക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. നേരത്തെ വൈറ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ പുതിയ സൈനിക പദ്ധതികൾ ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ വിന്യാസത്തിനായുള്ള നീക്കം. ടെഹ്റാനിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും കുടുംബത്തിനുമെതിരെ ഇറാൻ കടുത്ത വധഭീഷണി മുഴക്കിയ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള സൈനിക യുദ്ധ പ്രതിസന്ധി അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ട്രംപിനെയും കുടുംബാംഗങ്ങളെയും അമേരിക്കൻ ദേശീയ പതാക പുതപ്പിച്ച ശവപ്പെട്ടികൾക്ക് മുകളിലായി ചിത്രീകരിക്കുന്ന ഭീകരമായ പുതിയ ബാനർ കഴിഞ്ഞ ദിവസം മധ്യ ടെഹ്റാനിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കത്തിയെരിയുന്ന വൈറ്റ് ഹൌസിന്റെ പശ്ചാത്തലത്തിലുള്ള ഈ ബാനറിൽ ട്രംപിനൊപ്പം പ്രഥമ വനിത മെലാനിയ ട്രംപ്, മക്കളായ ഇവാങ്ക, ഡോൺ ജൂനിയർ, എറിക്, ഡിഫാനി, ബാരൻ ട്രംപ് എന്നിവരുടെ ചിത്രങ്ങളുണ്ട്. പേർഷ്യൻ ഭാഷയിൽ രക്തത്തിന് രക്തം എന്ന കടുത്ത മുദ്രാവാക്യമാണ് ഈ ബാനറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രസിഡന്റിനെതിരെ ഇത്തരമൊരു ബിൽ ബോർഡിലൂടെ ഇറാൻ പരസ്യമായി ഭീഷണി മുഴക്കുന്നത് ഇത് 2ാം തവണയാണ്. ഇതിനു മുൻപ് മധ്യ ടെഹ്റാനിലെ എംഖലാബ് സ്ക്വയറിൽ കറുത്ത ഒരു ശവപ്പെട്ടിയിൽ ട്രംപ് കിടക്കുന്നതായി കാണിക്കുന്ന മറ്റൊരു ബിൽ ബോർഡും ഇത്തരത്തിൽ ഇറാൻ സ്ഥാപിച്ചിരുന്നു. പൊതുവിടങ്ങളെ തങ്ങളുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ആശയവിനിമയത്തിനുള്ള ആയുധമായി ഇറാൻ പണ്ട് മുതലേ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഫെബ്രുവരി അവസാനത്തോടെ ഇസ്രായേൽ സഖ്യസേനയ്ക്കെതിരായ യുദ്ധം ആരംഭിച്ചതു മുതൽ ഈ തന്ത്രം ഇറാൻ ശക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇറാന് മേൽ വലിയ തോതിൽ ബോംബാക്രമണം നടത്താൻ സൈനിക ഉദ്യോഗസ്ഥർക്ക് ട്രംപ് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളോട് സംസാരിക്കവേ താൻ വളരെ കാലമായി ഇറാന്റെ ലക്ഷ്യപട്ടികയിൽ ഉണ്ടെന്ന് ട്രംപ് വെളിപ്പെടുത്തുകയും ചെയ്തു. ഇറാനിയൻ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയെ വധിച്ച ആക്രമണത്തിന് ട്രംപ് ഉത്തരവിട്ടതു മുതൽ അദ്ദേഹം ഇറാന്റെ പ്രധാന ലക്ഷ്യമാണ്. അടുത്തിടെ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് ശേഷം സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ട്രംപ് തന്റെ യാത്രാ പദ്ധതികളിൽ പെട്ടെന്ന് മാറ്റം വരുത്തിയിരുന്നു. പ്രസിഡന്റിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള തന്ത്രപരമായ നീക്കമായിരുന്നു ഇതെന്ന് വൈറ്റ് ഹൌസും പിന്നീട് സ്ഥിരീകരിക്കുകയായിരുന്നു.